നമസ്കാരം, KCB ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ബിനു കുര്യാക്കോസ്. പ്രധാന വാർത്തകൾ. ഉപരോധം തന്നെ പരിഹാരം. റേഷൻ കാർഡ് പുതുക്കലിലെ സങ്കീർണതകൾ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് CPIM നേതൃത്വത്തിൽ സംസ്ഥാന തലത്തിൽ വില്ലേജ് ഓഫീസുകൾ ഉപരോധിച്ചു. മന്ത്രി മാണി രാജിവെക്കണം. ബാർ കോഴക്കേസിൽ അഴിമതി ആരോപണ വിധേയനായ ധനമന്ത്രി KM മാണിയുടെ രാജി ആവശ്യപ്പെട്ട് AIYF പ്രക്ഷോഭം ആലപ്പുഴയിൽ. പമ്പയിൽ തുഴയെറിഞ്ഞ് നേടാൻ. ദേശീയ ഗെയിംസിന്റെ പരിശീലനം പമ്പയാറ്റിൽ. കനോയിങ്, കയാക്കിംഗ്, തൊഴിച്ചിൽ മത്സരങ്ങൾ ആലപ്പുഴയിൽ. വാർത്തകൾ വിശദമായി. അതിസങ്കീർണമായ നിബന്ധനകൾ വെച്ചുകൊണ്ടുള്ള റേഷൻ കാർഡ് പുതുക്കൽ നിലവിലുള്ള കാർഡ് ഉടമകളെ കൂടി ഇല്ലാതാക്കാനുള്ള സർക്കാർ തന്ത്രമാണെന്ന് CPIM ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KR ഭഗീരഥൻ. പ്രായമായവരും രോഗബാധിതരായവരും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നട്ടം തിരിയുമ്പോൾ അവർ റേഷൻ കാർഡ് തന്നെ വേണ്ടെന്ന് വെക്കും. അതുതന്നെയാണ് സർക്കാരിന് ആവശ്യവും. റേഷൻ കാർഡ് ഉടമകളുടെ എണ്ണം കുറയ്ക്കുക എന്നതാണ് സർക്കാരിന്റെ ഉദ്ദേശം. കാർഡ് പൂരിപ്പിച്ച് നൽകുന്നതിന് മതിയായ സമയം അനുവദിക്കാൻ സർക്കാർ തയ്യാറാവണമെന്നും K ഭഗീരഥൻ പറഞ്ഞു. റേഷൻ കാർഡ് പുതുക്കുന്നതിനുള്ള അപേക്ഷാ ഫോറത്തിലെ സങ്കീർണതകൾ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് CPIM ചമ്പക്കുളം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചമ്പക്കുളം വില്ലേജ് ഓഫീസ് പടിക്കൽ സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വാഭാവികമായും അപേക്ഷകരല്ല എന്ന് പറഞ്ഞുകൊണ്ട് റേഷൻ കാർഡ് ഉടമകളുടെ ലിസ്റ്റിൽ നിന്നും പിന്തള്ളപ്പെടാൻ പോവുകയാണ്. അതേപോലെ തന്നെ ഈ പുതിയതായി ഒരു റേഷൻ കാർഡ് ഇപ്പൊ കിട്ടി, ഇങ്ങോട്ടെല്ലാം കൂടി എഴുതി കൊടുത്ത് അങ്ങോട്ട് കൊണ്ട് കൊടുത്താലും ഉടനെ ഇങ്ങോട്ട് ഇഷ്ടം പോലെ റേഷൻ സാധനം കിട്ടുന്നത് പോലെയാണ് സർക്കാർ പറഞ്ഞു വെക്കുന്നത്. ഈ റേഷൻ കടകളിൽ എന്തുണ്ട്? റേഷൻ കടകളിൽ മുമ്പുണ്ടായിരുന്നത് പോലുള്ള നിത്യോപയോഗ സാധനങ്ങൾ വില കുറച്ച് കൊടുക്കുന്നതിന് സന്നദ്ധമാണോ? ഇപ്പോ റേഷൻ കടകളിൽ APLകാർക്ക് 1 കിലോ അരിക്ക് 18 രൂപ കൊടുത്താൽ കിട്ടും. അതിന് കാർഡൊന്നും ആവശ്യമില്ല. പിന്നെ എന്തിനാ ഈ റേഷൻ കാർഡ്? എന്തിനാ ഇത്ര ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നത്? അതേ നേരത്തെ ഇവിടെ സ്വാഗതം പറഞ്ഞ സെക്രട്ടറി പറഞ്ഞതുപോലെ റേഷൻ കാർഡിനുള്ള അപേക്ഷാ ഫോറം പൂരിപ്പിച്ചു കൊടുക്കുമ്പോൾ എന്തെങ്കിലും തെറ്റായ വിവരം നടത്തിയാൽ അവർക്ക് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം അവരെ ശിക്ഷിക്കുമെന്നാണ് ഗവൺമെന്റ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്തിനാ ഇങ്ങനെ ഈ പാവപ്പെട്ട ആളുകളെ ശിക്ഷിക്കുന്നത്? ഇത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ സഹിച്ച പുതുക്കിയ കാർഡുമായി റേഷൻ കടകളിൽ എത്തുന്ന കാർഡ് ഉടമകൾക്ക് കുറഞ്ഞ വിലയ്ക്ക് അവശ്യ സാധനങ്ങൾ നൽകാൻ സർക്കാർ തയ്യാറാവുമോ? അതിന് റേഷൻ കടയിൽ എന്താണുള്ളത്? 18 രൂപ കൊടുത്താൽ ആർക്കും കിട്ടുന്ന അരി മാത്രം. അതിനാണെങ്കിൽ റേഷൻ കാർഡിന്റെ ആവശ്യമില്ലെന്നും ഭഗീരഥൻ കൂട്ടിച്ചേർത്തു. PJ കുട്ടപ്പായി അധ്യക്ഷനായി. G രാമചന്ദ്രൻ, G പ്രഹ്ലാദൻ, ജലജകുമാരി, PJ സേവ്യർ, S മായാദേവി, N റജി, സുകുമാരി രാജു തുടങ്ങിയവർ സംസാരിച്ചു. CPIM സംസ്ഥാന തലത്തിൽ സംഘടിപ്പിച്ച വില്ലേജ് ഓഫീസ് ഉപരോധത്തിന്റെ ഭാഗമായി തലവടിയിൽ നടന്ന സമരം ND ഉദയകുമാർ ഉദ്ഘാടനം ചെയ്തു. CK ബോധാനന്ദൻ, ലാലി അലക്സ്, ജോജി എബ്രഹാം, T സുരേഷ്, വൃന്ദ ഈശ്വരപിള്ള എന്നിവർ സംസാരിച്ചു. ബാർ കോഴക്കേസിൽ അഴിമതി ആരോപണ വിധേയനായ ധനകാര്യമന്ത്രി KM മാണി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് AIYF നേതൃത്വത്തിൽ ആലപ്പുഴ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. തുടർന്ന് മിനി സിവിൽ സ്റ്റേഷന് സമീപം പോലീസ് മാർച്ച് തടയാൻ ശ്രമിച്ചെങ്കിലും പ്രവർത്തകർ പോലീസിനെ തള്ളിമാറ്റി അകത്ത് കടന്നു. സമരാനുകൂലികളും പോലീസുമായി വാക്കേറ്റവും നേരിയ ഉന്തും തള്ളുമുണ്ടായി. തുടർന്ന് മിനി സിവിൽ സ്റ്റേഷൻ പടിക്കൽ നടന്ന ധർണ AIYF ജില്ലാ സെക്രട്ടറി TT ജിസ്മോൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ ധനകാര്യമന്ത്രി KM മാണി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരളത്തിലെ യുവാക്കളും അതുപോലെ തന്നെ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും കേരളത്തിൽ അഴിമതിക്കെതിരായി ചിന്തിക്കുന്ന എല്ലാ ബഹുജനങ്ങളും ഇന്ന് കേരളത്തിൽ വളരെ ശക്തമായ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ കേരളത്തിലെ മുഴുവൻ അഴിമതിക്കാരുടെയും അപ്പോസ്തലനായി മാറിക്കൊണ്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന ഒരു കേന്ദ്രമായി കേരളത്തിന്റെ സെക്രട്ടേറിയറ്റ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 3.5 വർഷക്കാലം കൊണ്ട് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള അഴിമതികളെല്ലാം തന്നെ ഞാനിവിടെ സവിസ്തരം പറയുന്നില്ല.
ആ അഴിമതിക്കാരെ എല്ലാം സംരക്ഷിക്കുന്ന സോളാർ സരിതയെ അടക്കമുള്ള അഴിമതി കേസിലെ എല്ലാ ആരോപണ വിധേയരായിട്ടുള്ള പ്രതികളെയും മന്ത്രിമാരെയും MLA-മാരെയും എല്ലാം സംരക്ഷിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്ന് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കുന്നത്. അതിന്റെ കാരണം എന്താണ് എന്ന് പരിശോധിച്ചാൽ ഈ അഴിമതി കേസുകളിലെല്ലാം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും പങ്കുണ്ട് എന്ന് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാക്കുന്നത്. അങ്ങനെ അഴിമതിക്കാർക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണമാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ദേശീയ കൌൺസിൽ അംഗം CP അജയകുമാർ അധ്യക്ഷനായി. C അരുൺകുമാർ, S ശോഭ തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയ ഗെയിംസിന്റെ തയ്യാറെടുപ്പുകളുടെ ഭാഗമായി കനോയിങ്, കയാക്കിംഗ്, റോവിംഗ് താരങ്ങൾ കഠിന പരിശീലനത്തിലാണ്. ആലപ്പുഴയിലാണ് ഇത്തവണ ജലകായിക മത്സരങ്ങൾ നടക്കുക. ഫെബ്രുവരി 1 മുതൽ റോവിംഗ് മത്സരവും 9 മുതൽ കനോയിങ്, കയാക്കിംഗ് മത്സരങ്ങളും പുന്നമട കായലിൽ നടക്കും. ചിട്ടയായ പരിശീലനത്തിലൂടെ മെച്ചപ്പെട്ട മത്സരം കാഴ്ചവെച്ച് ഒന്നാമതെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള ടീം 35ാം ദേശീയ ഗെയിംസിന് തയ്യാറെടുക്കുന്നത്. കഴിഞ്ഞ 3 മാസമായി ആലപ്പുഴയിലെ വേമ്പനാട്ട് കായലിലും പുന്നമട കായലിലും റോവിംഗ്, കനോയിങ്, കയാക്കിംഗ് താരങ്ങൾ തീവ്ര പരിശീലനത്തിലാണ്. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവുമായിട്ടാണ് താരങ്ങൾ പരിശീലനം നടത്തുന്നത്. സ്പോർട്സ് കൌൺസിലും അസോസിയേഷനും സായും സംയുക്തമായിട്ടാണ് മത്സരാർത്ഥികൾക്ക് പരിശീലനം നൽകുന്നത്. കനോയിങ്, കയാക്കിംഗ് മത്സരത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും രംഗത്തുണ്ടെങ്കിലും പെൺകുട്ടികളുടെ ടീമിലാണ് കേരളം പ്രതീക്ഷയർപ്പിക്കുന്നത്. സ്വന്തം നാട്ടിൽ പരിശീലിച്ച് അവിടെ മത്സരിക്കുമ്പോൾ ആ നേട്ടം കേരളത്തിന് അനുകൂലമാകുമെന്നാണ് പരിശീലകർ അഭിപ്രായപ്പെടുന്നത്. 35ാമത് ദേശീയ ഗെയിംസിനോട് അനുബന്ധിച്ചിട്ടുള്ള കനോയിങ്, കയാക്കിംഗ് ആൻഡ് റോവിങ്ങിന്റെ കോമ്പറ്റീഷൻ വെന്യൂവാണിത്. നമ്മളിവിടെ കാണുന്നത്. ദേശീയ ഗെയിംസിന് നമുക്ക് കനോയിങ്, കയാക്കിന് 38 ഗോൾഡ് മെഡലുണ്ട്, 38 സിൽവർ മെഡലുണ്ട്, 38 ബ്രോൺസ് മെഡലുണ്ട്. മൊത്തം 108 മെഡലുണ്ട്. ഇതിൽ നമുക്ക് സ്ത്രീകളുടെ വിഭാഗത്തിലാണ് നമുക്ക് കൂടുതലും പ്രതീക്ഷയുള്ളത്. കാര്യം പുരുഷന്മാരിൽ ഇന്ത്യൻ ടീമിലുള്ളവരെല്ലാവരും സർവീസസിന് വേണ്ടി വരുന്നു. അപ്പോൾ നമ്മൾ എങ്കിൽ തന്നെ നമ്മുടെ ടീം നമ്മുടെ ഈ 3 മാസമായിട്ട് ഇവിടെ ട്രാവൽ ചെയ്യുന്നത് ഇവിടെ തന്നെ ട്രെയിനിങ്, ഈ കോമ്പറ്റീഷൻ നമ്മുടെ മുറ്റത്ത് മത്സരം നടക്കുന്നു. നമ്മുടെ ലേക്കിൽ നമ്മൾ നിത്യം ട്രെയിനിങ് ചെയ്യുന്ന ലേക്കിൽ തന്നെ കോമ്പറ്റീഷൻ ചെയ്യുന്നു. അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജ് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അതുകൂടാതെ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ക്യാമ്പ് 3 മാസം നല്ല രീതിയിൽ പോയി. നല്ല ഭക്ഷണമൊക്കെ ആയിരുന്നു കുട്ടികൾക്ക്. പൊതുവെ അവരെല്ലാവരും നല്ല ഹാപ്പിയാണ്. ഏതർത്ഥത്തിലും എല്ലാ ഇതിലും നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്യും ഇത്തവണ ഈ നാഷണൽ ഗെയിംസിൽ. മത്സരത്തിന് ആവശ്യമായ ട്രാക്കുകളും മറ്റ് സജ്ജീകരണങ്ങളും വേമ്പനാട്ട് കായലിൽ പൂർത്തിയായിരിക്കുകയാണ്. കേരള ടീം അംഗങ്ങൾ ട്രാക്കിലാണിപ്പോൾ പരിശീലനം നടത്തുന്നത്. ജനുവരി 30 മുതൽ മറ്റ് സംസ്ഥാനങ്ങളിലെ മത്സരാർത്ഥികൾ ആലപ്പുഴയിലെത്തും. എന്തായാലും കേരള ടീം അംഗങ്ങളുടെ കയ്യും മേയും വേമ്പനാട് കായലിന്റെ ഓളപ്പരപ്പിൽ വിസ്മയം തീർത്താൽ വിജയത്തിനപ്പുറം അതൊരു ചരിത്രം കൂടിയാവും. ദേശീയ ഗെയിംസ് ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കനോയിങ്, കയാക്കിങ്ങിൽ മെഡലുകൾ വാരിക്കൂട്ടാൻ ഒരുങ്ങുകയാണ് മത്സരാർത്ഥികൾ. ആകെയുള്ള 108 മെഡലുകളിൽ 80 എന്ന ലക്ഷ്യത്തിലേക്ക് തൊഴിലെറിയാൻ ഒരുങ്ങുകയാണ് കേരള ടീം. ക്യാമറമാൻ മർഡോണ വർഗീസിനൊപ്പം സാനു കെ സജീവ്, KSCV ന്യൂസ്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് SNDP വനിതാ സംഘം നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. അമ്പലപ്പുഴ താലൂക്ക് വനിതാ സംഘമാണ് മാർച്ച് നടത്തിയത്. തുടർന്ന് ആശുപത്രി പടിക്കൽ നടന്ന ധർണ വനിതാ സംഘം സംസ്ഥാന പ്രസിഡന്റ് KP കൃഷ്ണകുമാരി ഉദ്ഘാടനം ചെയ്തു. പ്രാപ്യമായ രീതിയിൽ അതിന്റെ ക്രമീകരണങ്ങൾ നടത്തുവാൻ ആശുപത്രി അധികൃതർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. 1963 ആരംഭിച്ച TD മെഡിക്കൽ കോളേജ് 1973 ഗവൺമെന്റ് ഏറ്റെടുത്തതോടെ അതിന്റെ വികസനം ശരിയായ രീതിയിൽ നടന്നിട്ടുള്ള ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആക്സിഡന്റ് കെയർ യൂണിറ്റ് ഇവിടെ എത്തിയതിനു ശേഷം തന്നെ ഒരു 5 ആംബുലൻസ് എങ്കിലും അകത്തേക്ക് ഇരമ്പി കയറി പോകുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ ആക്സിഡന്റ് കെയർ യൂണിറ്റ് മനുഷ്യന്റെ ജീവന് വില കൽപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കേണ്ടതാണ്. മരുന്നുകളുടെ ലഭ്യത സാധാരണക്കാരന് ഗവൺമെന്റ് അനുവദിച്ചു തന്നിട്ടുള്ളതായിട്ടുള്ള ആ സൗജന്യമായിട്ടുള്ള മെഡിക്കൽ എയ്ഡ് കൊടുക്കുവാൻ അധികാരി വർഗ്ഗങ്ങൾ. താലൂക്ക് പ്രസിഡന്റ് ഉഷ ഗംഗാധരൻ അധ്യക്ഷയായി. KN പ്രേമാനന്ദൻ, P ഹരിദാസ്, ഗീത രാംദാസ്, K ഓമന, പ്രസന്ന മണിയപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം വഞ്ചിപ്പാട്ട് മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ മഹാത്മജി ഹയർ സെക്കൻഡറി സ്കൂൾ ചെന്നിത്തല, SNDP ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടമംഗലം എന്നീ സ്കൂളുകളിലെ വിദ്യാർത്ഥികളെ കേരള വഞ്ചിപ്പാട്ട് സംസ്ഥാന സംഘം കമ്മിറ്റി അഭിനന്ദിച്ചു. ചമ്പക്കുളം ബേബി അധ്യക്ഷനായിരുന്നു. വിജയൻ പുളുങ്ങുന്ന്, കരിവാറ്റ പത്മകുമാർ, വിശ്വനാഥൻ കിടങ്ങറ, ആൻഡ്രിയോസ്, രമേശൻ, ഓമന, സരസമ്മ, R രഘു എന്നിവർ സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.
KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മളുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീട് ഉണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കും അല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. വെളിയനാട് സെന്റ് മൈക്കിൾസ് ക്ലബിന്റെ പ്രവർത്തന ഉദ്ഘാടനം ഞായറാഴ്ച നടക്കും. പഞ്ചായത്തിന്റെ സമഗ്ര വികസനമാണ് ക്ലബിന്റെ ലക്ഷ്യം. സ്വതന്ത്ര ജംഗ്ഷന് സമീപം നടക്കുന്ന സമ്മേളനം ഫാദർ സെബാസ്റ്റ്യൻ പുന്നശ്ശേരി ഉദ്ഘാടനം ചെയ്യും. ക്ലബ്ബ് പ്രസിഡന്റ് ജോസ് കുട്ടി അധ്യക്ഷനായിരിക്കും. കായൽപ്പുറം സെന്റ് ജോസഫ് UP സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. സ്കൂൾ അങ്കണത്തിൽ നിന്ന് ആരംഭിച്ച റാലി പ്രഥമ അധ്യാപിക സിസ്റ്റർ ജോസിൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സെന്റ് ജോസഫ് UP സ്കൂൾ അതിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുകയാണ്. 100 വർഷത്തെ സേവന പാരമ്പര്യമുള്ള നമ്മുടെ കായൽപ്പുറം UP സ്കൂൾ ഓരോ ദിവസവും നേട്ടങ്ങളിൽ നിന്ന് നേട്ടങ്ങളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹത്താൽ ഇന്ന് ഒരു ഇരുനില മാളിക ദൈവം നമുക്കായി തന്നിരിക്കുകയാണ്. സ്കൂൾ മാനേജർ സിസ്റ്റർ അനിത റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. കായൽപ്പുറം ചുറ്റി റാലി സ്കൂളിൽ സമാപിച്ചു. സ്കൂൾ ശതാബ്ദി സ്മാരക മന്ദിര ഉദ്ഘാടനവും ശതാബ്ദി സമാപന സമ്മേളനവും വ്യാഴാഴ്ച നടക്കും. ഡോക്ടർ റെബേക്ക മാത്യു വാച്ചാപ്പറമ്പിൽ സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന സമാപന സമ്മേളനം കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്യും. ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം അധ്യക്ഷനായിരിക്കും. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U പ്രതിഭാഹരി സ്മരണിക പ്രകാശനം ചെയ്യും. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടക്കും. കുട്ടനാട് വിദ്യാഭ്യാസ ജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ശില്പശാല സംഘടിപ്പിക്കുന്നു. വ്യാഴാഴ്ച 10-ന് വേഴപ്ര ഗവൺമെന്റ് UP സ്കൂളിൽ നടക്കുന്ന ശില്പശാല രാമഗിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP ബ്രീവൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ V അശോകൻ അധ്യക്ഷനായിരിക്കും. ദേശീയ ഗെയിംസിൽ പങ്കെടുക്കാനെത്തിയ മണിപ്പൂർ ടീമിന് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ ഊഷ്മളമായ സ്വീകരണം. ടീം ഒഫീഷ്യൽ അടക്കം 32-അംഗ റോവിംഗ് ടീമാണ് മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയ ആദ്യ വിഭാഗം. രാവിലെ 11 മണിയോടുകൂടി KC വേണുഗോപാൽ MPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മണിപ്പൂർ ടീമിന് സ്വീകരണമൊരുക്കിയത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് മണിപ്പൂർ ടീമിനെ സ്വീകരിച്ചാനയിച്ചത്. ദേശീയ ഗെയിംസിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി KC വേണുഗോപാൽ MP പറഞ്ഞു. അന്തിമ മിനുക്കുപണികൾ മാത്രമേ ബാക്കിയുള്ളൂ. നമ്മുടെ വെന്യൂവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഇന്നും നാളെയുമായിട്ട് അത് പൂർത്തീകരിക്കും. ആവശ്യമായിട്ടുള്ള
കളി ഉപകരണങ്ങളെല്ലാം ഇന്നത്തോടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. പിന്നെ ഇന്ന് തന്നെ വൈകുന്നേരം 3 മണിക്ക് നമ്മളതിൻ്റെ ഒരു അന്തിമമായ വിലയിരുത്തൽ നടത്തുന്നുണ്ട്. ദേശീയ ഗെയിംസിൽ ആലപ്പുഴയിൽ നടക്കുന്ന ഈവൻറ്റുകൾ വളരെ ഫലപ്രദമായി നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ട സംഘാടക സമിതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. അല്ല, അതിനകത്ത് കായിക താരങ്ങളായിട്ടുള്ള പ്രതിഭകളെ അവരെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയില്ല എന്നൊക്കെ ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പരിഹരിച്ചിട്ടുണ്ട്. അത്തരം ആളുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് സംഘാടക സമിതിയിൽ വിപുലീകരിച്ചിട്ടുണ്ട്. ഇനിയും തീർച്ചയായിട്ടും അത്തരം കൺസേൺ കൂടെ പരിഹരിച്ചുകൊണ്ടായിരിക്കും ഗെയിംസ് നടപ്പിൽ മുന്നോട്ട് പോവുക. ഇത്തവണ ആലപ്പുഴയിലാണ് കനോയിങ്, കയാക്കിംഗ് അടക്കമുള്ള തുഴച്ചിൽ മത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. തികഞ്ഞ വിജയപ്രതീക്ഷയാണ് മണിപ്പൂരി ടീമിനുള്ളത്. സീനിയർ, ജൂനിയർ, പുരുഷ, വനിതാ മത്സരങ്ങളിലും 500 മീറ്റർ വനിതാ റോവിംഗ് മത്സരത്തിലും ടീം പങ്കെടുക്കുമെന്ന് കോച്ച് പറഞ്ഞു. ചങ്ങനാശ്ശേരി തുരുത്തിക്ക് സമീപം MC റോഡിൽ KSRTC ബസ് സ്കൂട്ടറിലിടിച്ച് ഒരാൾ മരിച്ചു. കുറിച്ചി പെരിഞ്ചേരിൽ ജലജ S നായരാണ് മരിച്ചത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:20ഓടെയാണ് നാടിനെ നടുക്കിയ അപകടം നടന്നത്. ചങ്ങനാശ്ശേരിയിൽ നിന്നും കുറിച്ചിയിലേക്ക് പോവുകയായിരുന്ന സ്കൂട്ടറിൽ കോട്ടയത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന KSRTC ബസ് തട്ടിയതിനെ തുടർന്ന് തെറിച്ചു വീണ ജലജയുടെ തലയിലൂടെ ബസിന്റെ പിൻചക്രം കയറി ഇറങ്ങിയതിനെ തുടർന്ന് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ജലജ മരണമടഞ്ഞു. സ്കൂട്ടർ ഓടിച്ചിരുന്ന ഭർത്താവ് ശശിധരൻ നായർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചങ്ങനാശ്ശേരി DYSP K ശ്രീകുമാർ, സർക്കിൾ ഇൻസ്പെക്ടർ നിഷാദ് മോൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഫയർഫോഴ്സും സ്ഥലത്തെത്തുകയും മൃതദേഹം ചങ്ങനാശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. MC റോഡിൽ KSRTCയും ചില സ്വകാര്യ ബസ്സുകളും ടിപ്പർ ലോറികളുടെയും അമിത വേഗത മൂലം നിരവധി ജീവനുകൾ പൊലിഞ്ഞിട്ടും അധികാരികൾ ഇവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. KCV ന്യൂസ്, ചങ്ങനാശ്ശേരി. കാവാലം നവഭാരത് ചിൽഡ്രൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. സർദാർ KM പണിക്കർ മെമ്മോറിയൽ ദേശീയ വായനശാലയിലാണ് ദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് നടന്ന സമ്മേളനം PZ ഫൗണ്ടേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് റോജോ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K ഗോപകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. P ഉദയകുമാർ, KP ഗോപകുമാർ, K7 പോളഭാഗം, രാധാകൃഷ്ണൻ നായർ, വിനോദ്, ഗോപകുമാർ പുത്തൻപുര, പ്രദീപ് മറ്റത്തിൽ, K സജി തുടങ്ങിയവർ സംസാരിച്ചു. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് നിർവഹണ ഏജൻസിയായ സംയോജിത നീർത്തട പരിപാലന പരിപാടിയുടെ ഭാഗമായി ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പുകൾക്കുള്ള സ്വീറ്റ് മണി വിതരണ ഉദ്ഘാടനം കൊടിക്കുന്നിൽ സുരേഷ് MP നിർവഹിക്കും. കൈനകരി കാളാശ്ശേരി ഓഡിറ്റോറിയത്തിൽ വെള്ളിയാഴ്ച രാവിലെ 10-നാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മോൻസി സോണി ചടങ്ങിൽ അധ്യക്ഷയാകും. ദുർബല ജനവിഭാഗങ്ങളുടെ സാമ്പത്തിക ഭദ്രത, ഭക്ഷ്യസുരക്ഷ, ആരോഗ്യ സംരക്ഷണം എന്നീ ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ചമ്പക്കുളം മങ്കൊമ്പ് ഇലക്ട്രിക്കൽ സെക്ഷനിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ വൈദ്യുതി മുടങ്ങും. ചമ്പക്കുളം ട്രാൻസ്ഫോർമറിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ചമ്പക്കുളം ഇലക്ട്രിക്കൽ സെക്ഷന്റെ കീഴിൽ വരുന്ന പ്രദേശങ്ങളിൽ വ്യാഴാഴ്ച രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ വൈദ്യുതി വിതരണം തടസ്സപ്പെടും. മങ്കൊമ്പ് സെക്ഷനിൽ 11 kV ലൈനിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ പുട്ടുമുപ്പത്, പുളുങ്ങുന്ന് എഞ്ചിനീയറിംഗ് കോളേജ്, SHUP സ്കൂൾ, കൊച്ചാലുമൂട് എന്നിവിടങ്ങളിലും രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെ വൈദ്യുതി വിതരണത്തിൽ തടസ്സം നേരിടുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. മാതൃരാജ്യത്തിനു വേണ്ടി കാശ്മീരിൽ വീരമൃത്യു വരിച്ച ധീരജവാൻ കരുവാറ്റ N സന്തോഷ് കുമാറിന്റെ രക്തസാക്ഷിത്വം യുവജനങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഭാരതീയ വിചാര കേന്ദ്രം ജില്ലാ സെക്രട്ടറി K മഹാദേവൻ പറഞ്ഞു. ധീരജവാൻ സന്തോഷ് കുമാർ സ്മാരക സമിതി സംഘടിപ്പിച്ച റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ച് സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി സംസാരിക്കുകയായിരുന്നു മഹാദേവൻ. K രംഗനാഥകുറുപ്പ്, N സുരേഷ് കുമാർ, ഹരിസ്വാമികൾ, അനൂപ് മണ്ണമ്പള്ളിൽ, ഹസൻ കുഞ്ഞ്, K വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. പെരിങ്ങര 594 നമ്പർ SNDP ശാഖായോഗം ഗുരുദേവ ക്ഷേത്രത്തിലെ പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠയും ക്ഷേത്ര സമർപ്പണത്തോടനുബന്ധിച്ച് ബുധനാഴ്ച പൊങ്കാല നടന്നു. തിരുവല്ല യൂണിയൻ പ്രസിഡന്റ് കരിപ്പക്കുഴി സുകുമാരൻ പൊങ്കാലയ്ക്ക് ഭദ്രദീപ പ്രകാശനം നടത്തി. ക്ഷേത്രം തന്ത്രി സന്തോഷ് പെരുന്ന, ശാഖാ പ്രസിഡന്റ് വനീഷ് TV, സെക്രട്ടറി KK ശാന്തപ്പൻ, വൈസ് പ്രസിഡന്റ് MK തങ്കപ്പൻ, ക്ഷേത്രം ശാന്തിമാരായ അനീഷ്, രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. വൈകുന്നേരം പൊടിയാടി 3553 നമ്പർ ഗുരുദേവ ക്ഷേത്രത്തിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ താലപ്പൊലി വരവും തുടർന്ന് തൃക്കൊടി ഇറക്കും നടന്നു. കൃഷ്ണപുരം നാരകത്ര SNDP ശാഖായോഗം ക്ഷേത്രത്തിലെ ഗുരുദേവ വിഗ്രഹ പ്രതിഷ്ഠാ വാർഷികം വ്യാഴാഴ്ച നടക്കും. ഇതിന്റെ ഭാഗമായി നടക്കുന്ന ഘോഷയാത്ര വാദ്യമേളങ്ങളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ 7-ന് ക്ഷേത്രത്തിൽ എത്തിച്ചേരുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചരമവാർത്തകൾ. നെടുമുടി തോട്ടുവാത്തല ഭാവന വീട്ടിൽ പുരുഷോത്തമൻ നായർ നിര്യാതനായി. 63 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കൈനകരി അറക്കത്തറ വീട്ടിൽ ത്രേസ്യാമ്മ ജോസഫ് നിര്യാതയായി. 84 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച 3-ന് കൈനകരി സെന്റ് മേരീസ് ദേവാലയ സിമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ഉപരോധം തന്നെ പരിഹാരം. റേഷൻ കാർഡ് പുതുക്കലിലെ സങ്കീർണതകൾ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് CPIM നേതൃത്വത്തിൽ സംസ്ഥാന തലത്തിൽ വില്ലേജ് ഓഫീസുകൾ ഉപരോധിച്ചു. മന്ത്രി മാണി രാജിവെക്കണം. ബാർ കോഴ കേസിൽ അഴിമതി ആരോപണ വിധേയനായ ധനമന്ത്രി KM മാണിയുടെ രാജി ആവശ്യപ്പെട്ട് AIYF പ്രക്ഷോഭം ആലപ്പുഴയിൽ. പമ്പയിൽ തുഴയെറിഞ്ഞ് നേടാൻ. ദേശീയ ഗെയിംസിന്റെ പരിശീലനം പമ്പയാറ്റിൽ. കനോയിങ്, കയാക്കിംഗ്, തുഴച്ചിൽ മത്സരങ്ങൾ ആലപ്പുഴയിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.